നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മണിച്ചേട്ടന്റെ വിദ്യാഭ്യാസം എല്ലാവർക്കും അറിയാം. ഞാൻ 10ാം ക്ലാസ് 3 പ്രാവശ്യം എഴുതി തോറ്റാളാണ്. എനിക്ക് അതിൽ അഭിമാനമേ ഉള്ളൂ. കാരണം ഞാൻ പഠിച്ച് പാസ്സായിരുന്നെങ്കിൽ എവിടെയെങ്കിലും വല്ല ജോലി തേടിപ്പോയി തന്നെ, അപ്പോൾ ഒരു ജോലിക്കാരനായി മാറിപ്പോയി തന്നെ. പക്ഷെ ദൈവത്തിന് മനസ്സിലായി, കലാഭവൻ മണി അല്ലെങ്കിൽ ചാലക്കുടിക്കാരൻ മണി അല്ലെങ്കിൽ ചാലക്കുടിയിൽ പണ്ട് ഓട്ടോറിക്ഷ ഓടിച്ച് നടന്ന ആ മണിച്ചേട്ടൻ ഒരു സിനിമാ നടനായി മാറണം എന്ന് ദൈവം തന്നെ വിധിച്ചിട്ടുണ്ടായിരിക്കും. കന്നഡ, മലയാളം, അപ്പൊ അതൊക്കെ ഒരു വലിയ മഹാഭാഗ്യമാണ്. ഈ പഠിച്ച ആൾക്കാരൊക്കെ ഇപ്പോഴും തേരാപാര ജോലിക്ക് വേണ്ടി അന്വേഷിച്ചെടുക്കാം. മണിച്ചേട്ടന്റെ ഭാഷയിൽ ഈ ബികോം എന്ന് പറഞ്ഞ ബിലോ കോമൺ സെൻസ് എന്നാണ്. പക്ഷെ ഇത്രയും പഠിച്ചിട്ടുള്ളെങ്കിലും ഞാൻ ചെയ്ത വേഷങ്ങള് വക്കീല്, പിന്നെന്താ അധ്യാപകൻ, പിന്നെ പോലീസ്, എന്തിന് കളക്ടർ, എന്തിന് ഈ അടുത്ത കാലത്ത് ഒരു പെണ്ണിന്റെ പ്രസവം എടുത്ത ഡോക്ടറിനെ. അപ്പൊ ഈ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതിന് തെളിവാണ് കലാഭവൻ മണിച്ചേട്ടൻ. എന്റെ കളറ് കാരണം കിട്ടിയില്ല എന്ന് പറയുന്നത്. കാരണം ഞാൻ അയാളുടെ അടുത്ത് പോയിട്ട് എടുത്ത് എന്നിട്ട് പോലും പതിഞ്ഞില്ല ഫോട്ടോ എന്ന് പറഞ്ഞ ഒരു നോർത്തില്ല. ഇതൊക്കെ എന്താ പറയാ, ഒരു പ്രോഡക്റ്റിന്റെ കുഴപ്പമുള്ളതൊക്കെ. അന്ന് ഞാൻ പഠിക്കുമ്പോൾ 110 മീറ്റർ ഹഡിൽ ഞാൻ സ്റ്റേറ്റ് ആണ്, ഫുട്ബോൾ ഡിസ്ട്രിക്ട് ആണ്, പിന്നെ 4x100 മീറ്റർ സ്ത്രീയില് ഫസ്റ്റ് ആണ്, പിന്നെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് മോണാക്ട് മിമിക്രി ഫസ്റ്റ് ആണ്, ലൈറ്റ് മ്യൂസിക് സ്കൂളിൽ ഫസ്റ്റ് ആണ്. പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേ ഏറെ പീരീഷത്താൽ ചൊല്ലിയിടുന്നു അസലാം. എഴുതിയറിയിക്കാൻ കാര്യങ്ങൾ 100 എഴുതുകയല്ലാതെ വേറെന്തു വഴിയുണ്ട്. എൻ മിഴികൾ തൂകും കാണുവാനാരുണ്ട്. എൻ കരൾ വേദന കണ്ണീനിരതു കണ്ട് എങ്ങനെ ഞാൻ ഉറങ്ങും. ഉറങ്ങിയാലും എങ്ങനെ ഉറക്കം വരും. അതുകൊണ്ടെനിക്ക് ഉടനടി ഒരു മറുപടി തന്ന് സങ്കേടം തീർത്തിടണേ. ഈടക്കീടെ എന്നെയും ഓർത്തിടണേ. ഇന്നത്തെ ഈ കലാപരിപാടി ഞാനൊരു പാട്ട് പാടി. ഏത് പാട്ടാന്ന് പറഞ്ഞാൽ പാടാം. പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ കുടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഇന്നു നിന്റെ വീട്ടിലെ കല്യാണാലങ്കാരം, ഇന്നെന്റെ വീട്ടിലെ കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. കുതിരയ്ക്കോ കൊമ്പില്ല, മുതിരയ്ക്കോ മധുരല്ല, പച്ചില പാമ്പിനോ പത്തിയില്ല. കുതിരയ്ക്കോ കൊമ്പില്ല, മുതിരയ്ക്കോ മധുരല്ല, പച്ചില പാമ്പിനോ പത്തിയില്ല. ഉപ്പുമുളക്കില്ല, പാലിനോ കയ്പില്ല, വീണയിൽ മീട്ടാത്തരാകരില്ല. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി.
കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് പരിപാടികൾ അവതരിപ്പിക്കണം. സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഇഞ്ഞിരിക്കുന്നില്ല. ഇതേപോലത്തെ നിങ്ങളെ പോലെ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുക. അവിടെ വരെ പോകണം. എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.